നിങ്ങൾ ഒരു ദിവസം കുറഞ്ഞത് 100 ലിറ്റർ പാൽ പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ, നല്ല ഫാറ്റ് ഉള്ള പാലാണെങ്കിൽ 5 ലിറ്റർ നിങ്ങൾക്ക് ക്രീം കിട്ടുന്നതാണ്. ആ ക്രീമിനെ നിങ്ങൾക്ക് അങ്ങനെ ക്രീമായിട്ട് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെണ്ണയായിട്ട് സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല നിങ്ങൾക്ക് ഗീ ആയിട്ട് മാറ്റി ഉരുക്കി അങ്ങനെ സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ ഗീ ആയിട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് 4 ലിറ്റർ ഗീ കിട്ടുന്നതാണ്. ഹോം മെയ്ഡ് ഗീ ആകുമ്പോഴത്തേക്കും നമുക്ക് 1500 തൊട്ട് 2000 രൂപ വരെ ലാഭം കിട്ടും. ഇവിടെ നമുക്ക് ഒരു 1000 രൂപ ലാഭം കിട്ടിയെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 4 ലിറ്റർ ഗീക്ക് 4000 രൂപ കിട്ടും. ബാക്കി വരുന്ന 95 ലിറ്റർ സ്കിംഡ് മിൽക്കിൽ നമ്മൾ 45 ലിറ്റർ തൈരായിട്ട് മാറ്റുകയും ബാക്കി 50 ലിറ്റർ നമ്മൾ മോരായിട്ട് മാറ്റുകയും ചെയ്യുകയാണ്. 250 ml തൈരിന് നമുക്ക് മാർക്കറ്റിൽ 10 രൂപ കിട്ടും. അങ്ങനെ 45 ലിറ്റർ ആകുമ്പോഴത്തേക്കും നമുക്ക് 1800 രൂപ ലാഭം കിട്ടുന്നതാണ്. ബാലൻസ് വരുന്ന 50 ലിറ്റർ മോരിനെ നമ്മൾ 1:3 റേഷ്യോയിൽ ചെയ്താൽ, അല്ലെങ്കിൽ 1:2 റേഷ്യോയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് 100 ലിറ്റർ മോര് കിട്ടുന്നതാണ്. ഈ മോരിനെ നമ്മൾ 250 ml 10 രൂപ കൊടുക്കുകയാണെങ്കിൽ 100 ലിറ്റർ മോരിന് നമുക്ക് 4000 രൂപ ലാഭം കിട്ടുന്നതാണ്. ഗീ, തൈര്, മോര് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് 9,800 രൂപ ലാഭം കിട്ടും. നമുക്ക് റൗണ്ട് ചെയ്ത് ഒരു 10,000 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10,000 രൂപ ലാഭം കിട്ടുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് 1 ലിറ്റർ പാലിന് 40 രൂപ പോയി കഴിഞ്ഞാൽ 100 ലിറ്റർ പാലിന് നമുക്ക് 4000 രൂപ പോകും. അതുകൂടാണ്ട് EB, ലേബർ ചാർജ്, മെയിൻ്റനൻസ് അങ്ങനെ എല്ലാം കൂടി നമുക്ക് ഒരു 800 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ ലാഭം കിട്ടുന്നതാണ്.